ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടക ക്ലീനിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അതാ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ക്ലീനിങ് ഒക്കെ ബുധനാഴ്ചയോട് കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് ഡിലേ വന്നു പോയതാട്ടോ. അപ്പോൾ അതാ കിച്ചണിൽ ആദ്യം തന്നെ ഈ മുകളിലുള്ള റാക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പം അവിടെയൊക്കെ അത്യാവശ്യം പൊടികളുണ്ടായിരുന്നേ. ഈ റാക്കൊന്നും ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല. ഓണം, വിഷു അങ്ങനെയൊക്കെ ആയിട്ടേ ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറേ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ താഴെ ഇറക്കിയതിന് ശേഷം ഓരോരോ ഏരിയ ആയിട്ട് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി അപ്പോൾ അവിടെയുള്ള പാത്രങ്ങളൊക്കെ തുടച്ച് മുകളിലേക്ക് തന്നെ വെച്ച് പിന്നെ അടുത്ത ഭാഗം അങ്ങനെയായിട്ടോ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ മുകളിലുള്ള പാത്രങ്ങളെല്ലാം നമുക്ക് വീട്ടുകൂടലിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. ഇതൊന്നും ഞാൻ കഴുകി എടുത്ത് വെക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി തുടച്ചെടുത്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത്. മുകളിൽ അത്യാവശ്യം നല്ലതുപോലെ പൊടികളുണ്ടായിരുന്നേ. പിന്നെ മോൾ ഉറങ്ങിയ സമയത്ത് പെട്ടെന്ന് അങ്ങ് ക്ലീനിങ്ങിന് ഇറങ്ങിയത് കാരണം മാസ്ക് എടുക്കാൻ വേണ്ടി വിട്ടുപോയി. പിന്നെയും ഇറങ്ങി മാസ്ക് എടുക്കാനൊക്കെ മടിച്ചിട്ട് മാസ്ക് ഒന്നും വെക്കാതെ കേട്ടോ ഇന്നത്തെ ക്ലീനിങ്. അപ്പോൾ അത് ആ പൊടികളൊക്കെ തട്ടി അതത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണേ. ഈ കിച്ചണിലെ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ആശ്വാസമാണ്. അതോടെ എൻ്റെ കർക്കിടക ക്ലീനിങ് ഡ്യൂട്ടിയൊക്കെ ഇവിടെ കഴിയും കേട്ടോ. പിന്നെ നമ്മുടേത് ചെറിയൊരു കിച്ചണാണ്. അതുകൊണ്ട് തന്നെ കിച്ചണിലൊന്നും എനിക്ക് ഒരുപാട് അങ്ങ് ക്ലീൻ ആക്കാനില്ല. അതുപോലെ തന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഒതുക്കി പെറുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പം കഴിയേ. റൈസ് കുക്കറിൻ്റെ ആ പെട്ടിയിൽ ഞാൻ എക്സ്ട്രാ വരുന്ന ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ആട്ടോ എടുത്ത് വെക്കാറ്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ എളുപ്പമാണല്ലോ. അതുകൊണ്ട് അങ്ങനെയാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഈ ഒരു റാക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോന്നിട്ടുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് തട്ടിപ്പൊടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ റാക്കിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു റാക്കൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ അതിനുശേഷം ജനലുകളൊന്ന് ക്ലീൻ ചെയ്തേ. ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയെ. പിന്നെ അതെങ്ങനെയോ സ്റ്റോപ്പായി പോകുന്ന കാരണം അവിടെയൊന്നും ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് അങ്ങ് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അതിനുശേഷം ആ ഫ്രിഡ്ജിൻ്റെ മുകളിലും ഫ്രിഡ്ജിൻ്റെ ഫുൾ പുറമെയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ പച്ചക്കറികൾ കൊണ്ടുവരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്തെടുക്കാറുള്ളതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഫ്രിഡ്ജിൻ്റെ കവറൊന്നും ഞാൻ അലക്കുന്നില്ലേ. അത് അലക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കീറിപ്പോവും. അങ്ങനത്തെ ഒരു തരം ക്ലോത്താണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ തുടച്ചെടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ കിച്ചൻ്റെ അടിയിലെ ഷെൽഫ് ക്ലീൻ ചെയ്തെടുക്കുകയാണേ. ഇവിടെ നമുക്ക് ഈ ഒരു റാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പാത്രങ്ങൾ വെക്കാനായിട്ട്. അപ്പം ആ ഒരു അതിൻ്റെ മുകളിൽ ഞാനൊരു പ്ലാസ്റ്റിക് കവർ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി തുടച്ച് അതിനുശേഷം താഴെയൊക്കെ തുടച്ച് പാത്രങ്ങൾ ഒതുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. അതുപോലെ ഞാൻ ഈ പൊടികളൊക്കെ ഇല്ലേ, നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തതും പിന്നെ ധാന്യങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് അപ്പം തന്നെ ആ ബോട്ടിൽസൊക്കെ ഒന്ന് കഴുകും കേട്ടോ. കഴുകി ഉണക്കിയതിന് ശേഷമേ അതിൽ പിന്നെ അടുത്ത പൊടി ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അതുപോലെ പത്തിരിപ്പൊടി, ഗോതമ്പ് പൊടി അതൊക്കെ അങ്ങനെയാണ്. ആ ഒരു ബോട്ടിൽസിലെ പൊടി കാലിയായി കഴിഞ്ഞാൽ അത് കഴുകി ഉണക്കിയതിന് ശേഷം ഞാൻ വീണ്ടും അതിൽ നിറയ്ക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഈ ഒരു സമയത്ത് ബോട്ടിലുകളൊന്നും ഞാൻ കഴുകേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഒന്ന് പുറമേ കൂടെ ജസ്റ്റ് ഒന്ന് എല്ലാ ബോട്ടിൽസും തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷെൽഫും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് ഡ്യൂട്ടി ഇവിടെ ഒരുവിധം കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. അതിനുശേഷം കിച്ചൻ്റെ ഡോറും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കിച്ചൻ്റെ ഡോറ് 2 പൊളിയായിട്ടാട്ടോ വരുന്നത്. അതായത് മുകളിലും താഴെയായിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ താഴെ കുറ്റിയിട്ടിട്ട് മുകളിൽ മാത്രം തുറന്നിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള ഡോറ് ഇപ്പം പല വീടുകളിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ഉപകാരമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറമേയുള്ള കാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വാതിൽ തുറന്നിടണമല്ലോ. അപ്പോൾ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ മോള് പുറത്തേക്ക് പോകുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അടിയിൽ മാത്രം ലോക്ക് ചെയ്തിട്ട് അങ്ങനെയാട്ടോ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യാറ്. അപ്പോൾ അതാ മൊത്തത്തിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വന്നിട്ടുള്ള വേസ്റ്റൊക്കെ കൈകൊണ്ട് പെറുക്കാൻ പറ്റുന്നതൊക്കെ പെറുക്കി കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ അങ്ങ് അടിച്ചു വാരി കേട്ടോ. അതിനുശേഷം അത് തുടച്ചും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.